ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസികളിൽ പോലും ചിലർ ഇന്ന് പിശാചിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്. പിശാചിനെയും പോരാട്ടത്തെയും ഒക്കെ ഭയന്ന് വീടിളക്കി കളഞ്ഞവർ, കാർ പോർച്ച് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞവർ, സ്ഥലം മൊത്തം കുഴിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ഭയം നിറയാനായിട്ടുള്ള കാരണം ദൈവത്തെക്കാൾ അധികം ഒട്ടുമിക്ക പ്രസംഗങ്ങളിലും നമ്മൾ കേൾക്കുന്നത് പിശാചിനെക്കുറിച്ചാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. പക്ഷേ യഥാർത്ഥമായ ദൈവ വചനത്തിൻ്റെ ഒരു പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം, ജീവിതത്തിലെ പരാജയങ്ങൾ ഒഴിവാക്കാം. ഇത് ഉപയോഗിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന കുറച്ചധികം ആളുകളുണ്ട്. അവർ നന്നായിട്ട് ഇതിൻ്റെ പേരിൽ ആളുകളെ ചൂഷണം നടത്തും. ഈ ബന്ധനം ഒഴിപ്പിക്കലും ബാധ ഒഴിപ്പിക്കലിൻ്റെയൊക്കെ പേരിൽ പണം വാങ്ങുന്നവരും അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പിശാചും സാത്താനും എന്ന പഴയ പാമ്പിനെ ഒരു ദൂതന് അഗാധ കൂപത്തിൽ ചങ്ങലക്കിട്ടടച്ച് മുദ്ര ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ആളുകളുടെ ഉള്ളിൽ നിന്ന് പിശാചിനെക്കുറിച്ചുള്ള ഒരു ഭയം നീക്കിക്കളയണം. ഞാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. പിശാചിനെ നമ്മൾ ഭയപ്പെടണോ? നമ്മൾ ആ വേദഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിശാചിന് ഇന്ന് ആയുധമുണ്ടോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ആ വാക്യം മനസ്സിൻ്റെ ഉള്ളിൽ കുറിച്ചിടണം. മനസ്സിൻ്റെ പലകയിൽ എഴുതി ചേർക്കുന്നത് നല്ലതാണ്. എന്താണെന്നറിയാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടി പരസ്യകോലമാക്കി. വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറയുന്നത് ഈ പൈശാചിക ശക്തികളെ തന്നെയാണ്. കാൽവറി ക്രൂശിലെ മരണത്തിൽ യേശു കർത്താവ് ഈ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, ജയോത്സവം കൊണ്ടാടി. അപ്പോൾ ക്രൂശിൽ പിശാചിൻ്റെ ആയുധങ്ങളെ വെപ്പിച്ചു, നിരായുധീകരിച്ചു. അവൻ ആയുധം നഷ്ടപ്പെട്ടവനാണ്. അവന് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത്, വർത്തമാനകാലത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവന് ആയുധം നഷ്ടപ്പെട്ടെങ്കിലും അവൻ്റെ തന്ത്രങ്ങളാൽ പ്രവർത്തന നിരതനാണ്. നമുക്കൊരു പോരാട്ടമുണ്ട്. അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. കണ്ടോ? അപ്പോൾ പോരാട്ടമുണ്ട്. ഇത് നമ്മൾ അംഗീകരിച്ചാലേ പറ്റൂ. ഒരു ദൈവ പൈതൽ അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ അവൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് പിശാചിനോടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷെ പിശാചിനോടുള്ള പോരാട്ടം ഭയത്തിൽ നിന്നല്ല ഉണ്ടാകേണ്ടുന്നത്. ഭയപ്പെടുകയല്ല, അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുകയും കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് നൽകിത്തന്ന ആ ജയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജയത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അടുത്തത്, എന്നുവരെ ഇത് തുടരും? കൃത്യമായ ഉത്തരം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിലുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, ആദ്യഫലം ക്രിസ്തു, പിന്നീട് ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ, ഒടുവിൽ അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അപ്പം കാൽവറി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് തന്നെയാണ് ഒടുവിൽ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും നീക്കം ചെയ്യും. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പം വളരെ ശ്രദ്ധിച്ചിതൊന്ന് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ആരിലൂടെയെങ്കിലും ദൈവാലോചന പറയുന്നു, ഇന്ന ഒരു കാര്യമുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പോരാട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ടെടുക്കുകയല്ല, ഗൗരവമായി കണ്ട് പ്രാർത്ഥിക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. യാക്കോബിൻ്റെ ലേഖനത്തിലാണ്.
പക്ഷെ അതിന് തൊട്ടു പുറകിൽ മറ്റൊരു വാക്യമുണ്ട്, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പി. അപ്പം ദൈവത്തിന് കീഴടങ്ങി എതിർത്ത് നിൽക്കണം, ഓടിപ്പോകണമെന്നല്ല. പാപത്തെ വിട്ട് നമ്മൾ ഓടണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. പത്രോസിൻ്റെ ലേഖനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗങ്ങൾക്കെല്ലാം ആവക കഷ്ടത പൂർത്തിയായി വരുന്നത് കൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുക. ഏത്? നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച്. ആ വാക്യം നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കട്ടെ. അപ്പം ഈ 3-4 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പിശാചുണ്ട്, പോരാട്ടങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്, മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെ പേടിച്ച്, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞതുപോലെ, വീട് വിറ്റതുകൊണ്ടോ നാട് വിട്ടു പോയതുകൊണ്ടോ താമസിക്കുന്നവർ ഉപേക്ഷിച്ച് പോയതുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ ആ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. കാരണം മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. ആരെങ്കിലും പറയുകയാണ് നിങ്ങളുടെ വീട് കുത്തിയിളക്കണം, നിങ്ങളുടെ കാർ പോർച്ച് ഇടിക്കണം, പിന്നെ ഇത്ര പൈസ തരണം, ഇത്ര രൂപ വെച്ച് പ്രാർത്ഥന നടത്തണം, ഞങ്ങളതിനെ പുറത്താക്കാം. അങ്ങനൊന്നും പുറത്തു പോകില്ല. എങ്ങനെ പുറത്തു പോകും? ദൈവകൃപയിലും വിശുദ്ധിയിലും പിശാചിനോട് എതിർത്ത് നിൽക്കണം. കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് നൽകി തന്ന ആ ഒരു ജയം, ആ ജയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളതിനെ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപമില്ലാതെ, പിശാചിന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി എതിർത്ത് നിൽക്കണം. പ്രാർത്ഥനയിലും ദൈവാത്മശക്തിയിലും നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്കിതിൽ നിന്നെല്ലാം ഒരു ജയമുണ്ട്. അതുകൊണ്ട് ഭയമല്ല ആവശ്യം. ഇന്ന് അനേകരും പ്രിയപ്പെട്ടവരെ ഈ ഭയത്തിലാണ് ജീവിക്കുന്നത്. പിശാചിനെക്കുറിച്ചുള്ള ഭയം, ദൈവത്തെപ്പോലും അത്രയും ഭയം ഉണ്ടോ എന്നറിയില്ല. പിശാചിനെ അതിനെക്കാട്ടി ഭയത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ട്. പിശാചിനെ ഭയപ്പെടുകയല്ല, നമ്മൾക്കൊരു തിരിച്ചറിവാണ് ആവശ്യം. എന്നാൽ ഇതിനെ തിരിച്ചറിയുകയും വേണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എതിർത്ത് നിൽക്കണമെന്നാണ്. സന്ധി സംഭാഷണമല്ല, അനുയേയ മനോഭാവത്തിലല്ല, എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. ബൈബിൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, എതിർത്ത് നിൽക്കുക. റെസിസ്റ്റ് ദ ഡെവിൾ. റെസിസ്റ്റ് ചെയ്യണം. എങ്ങനെ റെസിസ്റ്റ് ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും വചനത്തെ പ്രസ്താവിച്ചുകൊണ്ട്, ദൈവം എന്തെങ്കിലുമൊക്കെ ആത്മീക വെളിപ്പാടുകൾ നല്ല ദൈവകൃപയുള്ള ദൈവദാസന്മാരിലൂടെയൊക്കെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ അതിനെ നിസ്സാരമായിട്ടെടുക്കാതെ അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഭയപ്പെടരുത്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഭയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പടകിൽ അമരത്ത് തലവെച്ച് കർത്താവ് കിടന്നുറങ്ങിയപ്പോഴും കാറ്റും കോളും തിരമാലകളുമെല്ലാം ആഞ്ഞടിച്ചു വന്നപ്പോഴും അവിശ്വാസികളെ നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പീൻ, എന്തിനാണ് ഭയപ്പെടുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഞാൻ പറഞ്ഞതുപോലെ മെലിത്തയിൽ വെച്ച് ദൈവത്തിന് പ്രയോജനമുള്ളവൻ്റെ കയ്യിൽ അണലി കയറി ചുറ്റി, അദ്ദേഹം അതിനെ കുടഞ്ഞ് തീക്കകത്തേക്ക് ഇട്ടു. അവിടെയുള്ള ആളുകൾ മൊത്തം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കി നിന്നപ്പോഴും പൗലോസ് പേടിച്ച് കരഞ്ഞ്, അയ്യോ ഞാനിപ്പോൾ ചാകുകയെ, എൻ്റെ എല്ലാം തീർന്ന്, അയ്യോ മരുന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും ചോദിക്കുകയൊന്നുമല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം, അതായത് നമ്മൾ ഇതിനെ ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ പോരാട്ടങ്ങൾ പലതും ഉണ്ടാകാം. പിന്നെ നമ്മൾ ബൈബിൾ പറയുന്ന കാര്യത്തെ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചില സ്ഥലങ്ങൾ, ചില ഇടങ്ങൾ പിശാചിന് പ്രിയപ്പെട്ട ഇടങ്ങളും ഉണ്ട്. ഞാനിതിനു മുമ്പ് പല വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ തെളിവ് വചനത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ്. ആ നാട്ടിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുതെന്ന് ഏറിയൊന്ന് യേശുവിനോട് അപേക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പം ചില സ്ഥലങ്ങളും ചില പ്രത്യേക ഇടങ്ങളുമൊക്കെ അവന് ഇഷ്ടമുള്ളതാണ്. പണ്ട് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചർച്ചിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ഒരാളുടെ ഭൂതാത്മാവ് പുറത്തു വരികയും ആ ഭൂതാത്മാവ് വിട്ടുപോകാതെ ഞങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങളോട് പറഞ്ഞു, ഇവർ ആ സ്ഥലത്ത് വന്ന് താമസിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ വന്നാണ് വിട്ടുപോകില്ല. പിന്നീടാണ് ആ പെൺകുട്ടി ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചു, പ്രാർത്ഥനയിലേക്ക് വന്നു, അവൾ ജലസ്നാനം സ്വീകരിച്ചു, ഒരു ദൈവവേദലായി മാറിയതോടുകൂടി സമ്പൂർണ്ണമായിട്ട് ദൈവങ്ങളെ ആമേൻ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം കൃത്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു ദൈവപൈതൽ ജീവിച്ച് വിശുദ്ധിയിലും ദൈവകൃപയിലും നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവൻ മുൻപോട്ട് പോകുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡെലിവറൻസ് ആ വ്യക്തിക്ക് കിട്ടും. പക്ഷേ വെറുതെ ആരെങ്കിലുമൊക്കെ പേടിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും ആരും എത്തരുത് എന്ന് എൻ്റെ അപേക്ഷയാണ്.
അങ്ങനെ നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അനന്തരം 19-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് 20-ാം അധ്യായം. ഈ അനന്തരം എന്ന് പറയുന്നത് 19-ാം അധ്യായത്തിൽ നമുക്കറിയാം മൃഗത്തെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഞാൻ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ എതിരാളികളെ തോൽപ്പിക്കുന്നതിനെക്കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞു. 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 20-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ അഗാധത്തിൻ്റെ ഒരു താക്കോൽ വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങുന്നത് കണ്ടു. ഇവിടെ ആരെയാണ് ചങ്ങലക്കിടുന്നത്? ചങ്ങലക്കിടുന്ന ആളെക്കുറിച്ചുള്ള പരാമർശം നിങ്ങളൊന്ന് വായിക്കണം, ആ ഒരു വിവരണം. ഒന്ന്, സാത്താനും പിശാചും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം. ഈ പഴയ പാമ്പിനെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ആദം ഹൗവ ദമ്പതിമാരെ വഞ്ചിച്ച ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകറ്റിയ ആ പഴയ പാമ്പ് കാലങ്ങൾ പലതും കടന്നുപോയി ചരിത്രത്തിൻ്റെ താളുകളിൽ അനേകരെ വഞ്ചിച്ചു. എല്ലാ കാലത്തും ദൈവത്തിനും ദൈവരാജ്യത്തിനും എതിരെ നിന്നും സത്യാരാധനയിൽ നിന്ന് അന്യാരാധനയിലേക്ക് ജനത്തെ തിരിച്ച് ഇങ്ങനെ പോയി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ആ പഴയ പാമ്പ് വലുതായി ഒരു മഹാസർപ്പമായി മാറി. ഈ ഒരു മഹാസർപ്പത്തെ കർത്താവ് പോലുമല്ല ചങ്ങലക്കിടുന്നതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരു ദൂതനാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ദൂതന്മാർക്ക് ശക്തിയുണ്ട്. തീർച്ചയായും ആ ദൂതന് ദൈവം താക്കോൽ കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ദൈവദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ഈ പഴയ പാമ്പിനെ പിടിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇത്രയും ശക്തിയുണ്ടെന്ന് പറയുന്ന പിശാചിനെ കർത്താവ് പോലും പിടിക്കുന്നില്ല, ഒരു ദൂതനെ കൊണ്ടാണ് പിടിപ്പിക്കുന്നത്. ഒരു ദൈവദൂതനാണ് അവനെ പിടിച്ചിടുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അത്രയുള്ളവൻ്റെ ശക്തി. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്താ കർത്താവ് പിടിക്കാത്തത്? കർത്താവ് ഇവനെ പിടിച്ച് ചങ്ങലക്കിടാത്തതിൻ്റെ കാരണം ക്രൂശിൽ ഓൾറെഡി കർത്താവ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതാണല്ലോ നമ്മൾ കുറച്ച് മുമ്പ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു, ജയോത്സവം കൊണ്ടാടി. ഇനിയും അവനെ പിടിച്ചു കെട്ടേണ്ട ആവശ്യമില്ല. അവനെ പിടിച്ച് ഇവിടെ തടവറയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് കുറച്ചധികം ചിന്തകളുണ്ട്. ഇവനെ നരകത്തിലേക്ക് തള്ളുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്, അഗാധത്തിലേക്കാണ് തള്ളുന്നത്. അഗാധത്തിലേക്ക് തള്ളി അടയ്ക്കുന്നു എന്ന് മാത്രമല്ല, അഗാധം അടച്ച് മുദ്ര വെക്കുന്നു എന്നുള്ളതല്ല, അഗാധത്തിലേക്ക് ഇട്ടിട്ട് ചങ്ങലക്കിടുന്നു എന്നുള്ളതാണ്. ഈ ചങ്ങല എന്ന് പറയുന്നത് അക്ഷരികമായ ചങ്ങലയല്ല. കാരണം തന്ത്രശാലിയായ ഈ പിശാചിനെ, പഴയ പാമ്പിനെ, അവൻ ഈ അഗാധത്തിൻ്റെ അകത്ത് പോലും അവൻ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമോ എന്നറിയാത്തത് കൊണ്ട് പ്രത്യേകാൽ ചങ്ങലുകൾ. അതുകൊണ്ട് നമുക്ക് ഈ യൂദായുടെ ലേഖനത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ ചങ്ങലയിട്ട് അവിടെ ഇട്ടു. എന്നിട്ട് ഇടുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പം നമ്മൾ ചിന്തിക്കും, അവനെ തുറന്നു വിടാനാണ് ഇടുന്നത്, അല്ലേ? താൽക്കാലികമായിട്ടാണ്. താൽക്കാലികം എന്ന് പറയുന്നത് 1000 വർഷത്തേക്കാണ്. അങ്ങനെ തന്നെയുണ്ട്. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. അപ്പം ഈ പിശാചിനെ തടവറയിലാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തുവാ? ഇവൻ വഞ്ചകനായ സാത്താനാണ്. വഞ്ചിക്കുക, എല്ലാ കാലത്തും ജനത്തെ വഞ്ചിക്കുക, ദൈവത്തിൽ നിന്ന് അകറ്റുക, പാപം ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് പിശാചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ. അപ്പോൾ ജനത്തെ വഞ്ചിക്കാതിരിക്കാൻ 1000 ആണ്ടേക്ക് അവനെ തള്ളിയിട്ട് അഗാധത്തിൽ അടച്ചുപൂട്ടി മീതെ മുദ്രയിട്ടുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഒരു നിമിഷം അതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുക, എന്തിനീ 1000 ആണ്ടേക്ക് ഇവനെ തടവിലിട്ടുന്നത്? നേരെ കൊണ്ടുവന്ന് നരകത്തിലേക്ക് കിട്ടാൽ പോരെ? 1000 ആണ്ട് കഴിയുമ്പോൾ ഇവനെ വീണ്ടും അഴിച്ചുവിടുന്നതായിട്ട് നമുക്ക് 20-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ചില കാര്യങ്ങൾ തെളിയിക്കപ്പെടണം. എന്തൊക്കെയാണ് തെളിയിക്കപ്പെടേണ്ടുന്നത്? ഒന്നാമത് തെളിയിക്കപ്പെടേണ്ടുന്നത് 1000 ആണ്ട് അഗാധത്തിൽ ചങ്ങലക്കിട്ട് കിടന്നിട്ടും
ഇവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. കാരണം തുറന്നു വിട്ട് കഴിയുമ്പോൾ ഭൂമിയിലെ ജാതികളെ വഞ്ചിക്കാൻ അവൻ പുറത്തു പോകുന്നു. അപ്പോൾ 1000 ആണ്ടല്ല 10,000 ആണ്ടിട്ടാലും ഇവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് തെളിയിക്കപ്പെടണം. അത് തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയാണ് 1000 ആണ്ടേക്ക് അവനെ തടവിലിടുന്നതും അല്പകാലത്തേക്ക് വീണ്ടും അഴിച്ചുവിടുന്നതും. രണ്ടാമത്തേത്, ഈ 1000 ആണ്ട് ഇവനെ തടവറയിലിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച നടക്കുമ്പോൾ ഒരു കാര്യം തെളിയിക്കപ്പെടും. ഇതുവരെ ഭൂമിയിലുണ്ടായ സകല വഞ്ചനയുടെയും കപടതകളുടെയും അധർമ്മങ്ങളുടെയും എല്ലാം പിന്നിൽ ഈ വഞ്ചകനായ സാത്താനാണെന്നും അവൻ തടവിലാകുന്നതോടുകൂടി ഇതിനെല്ലാം അവസാനം വന്ന് സമാധാനവും ശാന്തിയും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. യോബിനെതിരെയൊക്കെ അവൻ വാദിച്ച ചില വാദങ്ങളൊക്കെ ഉണ്ട്. ആ വാദങ്ങൾ തെറ്റാണെന്നൊക്കെ ദൈവത്തിന് തെളിയിക്കണം. നൂറ്റാണ്ടുകളായി കാലാകാലങ്ങളായി ദൈവമുമ്പിലൊക്കെ അവൻ വാദിക്കുന്ന വാദങ്ങളുണ്ട്. ഈ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് പ്രത്യേകാൽ തെളിയിക്കാനായിട്ട് 1000 ആണ്ട് സമയം അവനെ അടച്ചിടുന്നു. മൂന്നാമത്തേത്, അവനെ 1000 ആണ്ട് അടച്ചിടുന്നതിൻ്റെ പിന്നിലുള്ള മൂന്നാമത്തെ ദൈവോദ്ദേശം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ദുഷ്ടന്മാർ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ദുഷ്ടതയുടെ പ്രവൃത്തി അവർ വിട്ടുമാറില്ല, മാനസാന്തരം ഉണ്ടാകത്തില്ല. എങ്ങനെ മനസ്സിലായി? 1000 ആണ്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ ഈ 1000 ആണ്ട് ഭരണത്തിനൊടുവിൽ ഇതിലൂടെ എല്ലാം ജീവിച്ചിട്ടും പിശാചിനെ തുറന്നു വിട്ടപ്പം ചിലർ അവൻ്റെ സ്വാധീന വലയത്തിലായി ദൈവത്തിനെതിരെ തിരിഞ്ഞു. എന്ത് മനസ്സിലായി? ചിലർ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാകില്ല എന്ന് പറഞ്ഞതുപോലെ ദുഷ്ടന്മാർക്ക് നന്മ ചെയ്താലും അവരെ നേരായ വഴിയിലേക്ക് നടത്തിയാലും എന്തെല്ലാം ഉപകാരവും ഗുണവും അവർക്ക് ചെയ്താലും അവർ നന്നാകത്തില്ലെന്നും പിന്നെയും സാഹചര്യങ്ങളും അവസരങ്ങളും കിട്ടുമ്പോൾ അവർ ദൈവത്തിന് നേരെ തിരിയും എന്നുള്ള വളരെ ഗൗരവമായ ചില ആത്മീക പാഠങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകുന്ന പാഠം എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പിശാചിനെ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടണം, പാപത്തെ വിട്ട് ഓടണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ആത്മീക വെളിപ്പാടിൽ ബോധ്യമുള്ളവരായി നമ്മൾ മാറി ദൈവിക വിശുദ്ധിയിലും കൃപയിലും മുമ്പോട്ട് പോകണം. രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത്, ഒരു ദൂതനാണ് ഇത്രയും വലിയ പിശാചിനെ കൊണ്ടുവന്ന് തളച്ചത്. അപ്പം അത്രയുള്ളവൻ്റെ ശക്തി. ദൈവം പരമാധികാരിയാണ്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ പിശാചല്ല പരമാധികാരി, ദൈവം പരമാധികാരിയാണ്. പിന്നെ ഒരു കാലഘട്ടം ദൈവം ഇങ്ങനെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലതും തെളിയിക്കാനുണ്ട്. ദൈവത്തെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ തെളിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എത്ര കാലം കഴിഞ്ഞാലും ചിലർ നന്നാകത്തില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവുണ്ട്. അതാണ് 1000 ആണ്ട് കഴിഞ്ഞ് അവനെ അഴിച്ചുവിടുമ്പോൾ ദൈവത്തിനെതിരെ ചില മനുഷ്യരെ തിരിച്ചിട്ട് അവരുടെ ചിന്താ മണ്ഡലങ്ങളെയും അവരുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നു, ദൈവത്തിനെതിരെ അവരെ തിരിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നശിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സമാധാനമുള്ളൊരു ജീവിതം നയിക്കുക, എല്ലാ ഭയവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കുക. ഭയം കൂടാതെ ധൈര്യത്തോടെ കർത്താവിൽ നമുക്ക് ധൈര്യപ്പെടാം. നമ്മൾ വേർപാടും വിശുദ്ധിയും ദൈവകൃപയൊക്കെ കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചാൽ, കഷ്ടങ്ങളും വേദനകളും ഒക്കെ ലോകത്തിലുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ധൈര്യം ഹൃദയത്തിൻ്റെ അകത്ത് ഏറ്റെടുത്ത് ദൈവവചനത്തിൽ പ്രത്യാശയോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്കൊക്കെ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്താഗതികൾ ഒക്കെ ഒന്ന് മാറാൻ ഇടയായി തീരട്ടെ. ഭയത്തെ എല്ലാം നമുക്ക് നീക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.